ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗെയിമിംഗ് ബോയ്. അപ്പോൾ ഗൈസ്, നമുക്കിന്നൊരു സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഗൈസ് നമുക്കൊരു സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത്. ഗൈസ്, തിരുവനന്തപുരത്തുള്ള പ്ലാനറ്റേറിയത്തിലോട്ടാണ് ഗൈസ് നമുക്ക് സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ള ബസ് എന്ന് വെച്ചാൽ നമ്മുടെ ഖലീഫയാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ ബ്യൂട്ടിയിലല്ല ഞാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ബസ് നമ്മളൊന്ന് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചാണ്. ഓക്കെ, ഖലീഫയുടെ ബസ്സിലാണ് നമ്മൾ ഇന്ന് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താണ് പെട്രോൾ പമ്പിൽ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇവിടെ നിർത്തി ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നേരെ സ്കൂളിലോട്ടാണ്. ഓക്കെ, അതാണ്ട് ഇവിടെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി സ്റ്റാൻഡിലോട്ട് കയറാൻ നേരത്തെ ഇടിച്ച് ഇവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നമ്മൾ നേരെ ആ ഒരു സ്കൂളിലോട്ടാണ് പോകുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ നമ്മളെ ഒരു ബെൽ ബട്ടൺ ഞങ്ങളെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പം ഇനി എന്തായാലും നമ്മൾ നേരെ സ്കൂളിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ബസ്സാണ് സ്റ്റാൻഡിലോട്ട് കയറാൻ നേരത്തെ വേറൊരു ബസ് പുറമേ വന്ന് ഇടിച്ചതാണ് ആ ഒരു ബസ്സിനെ. അങ്ങനെ അവിടെ ആക്സിഡൻ്റ് ആയി. ഞാൻ പമ്പിൽ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിയുടെ സെറ്റ് ഡൗൺ 45 സീറ്റ് വണ്ടി നമ്മൾ ഉടനെ തന്നെ, അതായത് ഒരാഴ്ചക്കകം നമ്മൾ ആ ഒരു വണ്ടികളൊക്കെ ഇറക്കുന്നതായിരിക്കും. ഓ ഓ ഗായ്സ്, അതെന്തോ സംഭവിച്ചേ ഗൈസ്. അവൻ അവിടുന്ന് കയറി അങ്ങ് വന്നു ഗൈസ്. ഞാൻ മര്യാദ രീതിക്ക് നേരെ പോയിരുന്നു. അവൻ അവിടുന്ന് പെട്ടെന്ന് കയറി വന്നതാണ് ഗൈസ്. നമുക്ക് വലിയ കുഴപ്പമൊന്നും പറ്റില്ല. അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഗൈസ്. എന്തിലാവട്ടെ, ഏതാണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ്ട് അടുത്ത് നമുക്ക് ചവിട്ടി കൊടുത്തേക്കും. ഇവന്മാരെ ഇൻഡിക്കേറ്റർ ഒന്നും ഇടത്തില്ല, സൈഡ് നോക്കത്തില്ല, ഒന്നും ഇടത്തില്ല, കയറി അങ്ങ് വരിക. എന്തായാലും ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് വേണം. അങ്ങേതാണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. പിള്ളേരൊക്കെ ഇവിടെ നല്ല ചില്ലായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇത് എത്ര പേരുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൈസ്. 2 സാറുമാരാണ് ഉള്ളത്. ഓക്കെ, സോറി, ഒരു ടീച്ചറും ഒരു സാറുമാണ് ഗൈസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഓരോരുത്തരായിട്ട് നമ്മുടെ ബസ്സിലോട്ട് കയറുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഈ ഒരു ബസ്സാണ് ഗൈസ്, നല്ല ലുക്ക് ഉണ്ടല്ലോ ഖലീഫയുടെ. അപ്പം എന്തായാലും ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തോട്ട് പ്ലാനറ്റോറിയം അതുപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട് ഗൈസ്, അങ്ങോട്ടാണ് ട്രിപ്പ്. ഓക്കെ, 2 സ്ഥലത്തോട്ടാണ് നമുക്ക് ട്രിപ്പ്. 2 സ്ഥലം ഏകദേശം അടുത്തടുത്താണ്. ഓക്കെ, 2 ഡെസ്റ്റിനേഷനും അടുത്തടുത്താണ്. നമ്മൾ പ്ലാനറ്റോറിയം രണ്ടാമത്തെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങേതാണ്ട് അവസാനം എല്ലാവരും കയറിയിട്ടുണ്ട്. ഓക്കെ, ഏതാണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഏതാണ്ട് നമ്മൾ ഇവിടുന്ന് എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പം മഴ തോന്നുന്നു. അവർ കയറുന്ന സമയം മൊത്തം മഴയായിരുന്നു. ഇപ്പം മഴയും കാര്യങ്ങളെല്ലാം തോന്നിയിട്ടുണ്ട്. ഇവിടുന്ന് പെതുക്കെ അവിടെ ഒന്നും തട്ടാതെ മുട്ടാതെ ഗൈസ് നമുക്ക് പെതുക്കെ നോക്കി എടുക്കണം. ഓക്കെ, ഗൈസ് നമുക്ക് പെതുക്കെ എടുക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് സൈഡിങ്ങെല്ലാം നോക്കിയിട്ട് എടുക്കണം. ഏതെങ്കിലും വണ്ടിയൊക്കെ മുമ്പത്തെ വിട്ട് എവനേലൊക്കെ ഇടിച്ചാൽ ബാക്കി വന്ന് നമ്മൾ സൈഡിങ്ങെല്ലാം നോക്കിയിട്ട് നമ്മൾ പെതുക്കെയാണ് ഈ ബസ്സുകളിൽ ഇറക്കുന്നത്. വയസ്സ് നമ്മുടെ BMR ഞങ്ങൾക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ എല്ലാ വണ്ടിയും BMR അടക്കമുള്ള എല്ലാ വണ്ടികളും ഇന്ന് ഓട്ടം പോയേക്കുവാണ്. ഓക്കെ, നമ്മുടെ 2 സെറ്റ് അസ്ത്ര ഒരു കോളേജ് ഓട്ടം, 4 ദിവസത്തെ ഒരു കോളേജ് ഓട്ടം, നമ്മുടെ ഒരു സെറ്റ് ഡൗണ് ഒരു കല്യാണോട്ടം, മറ്റേ സെറ്റ് ഡൗണ് 1 ഡേ ട്രിപ്പ് സ്കൂൾ ട്രിപ്പ്, നമ്മുടെ BMR വേറൊരു സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയേക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ വണ്ടികളും ഇപ്പം ട്രിപ്പിലാണ്. അപ്പം ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പം ഇതുപോലെ ഒരു ഖലീഫയെന്ന് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവറായിട്ട് വരാമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഈ ഒരു ബസ്സിലോട്ട് വന്നത്. അവിടെ സിഗ്നലൊക്കെ ഉണ്ട്. അത് നോക്കി നമ്മൾ നേരെ പോകണം. ഓക്കെ, പച്ച കത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. അപ്പം എന്തായാലും നേരെ ഞാൻ അങ്ങോട്ടാണ് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അതുപോലെ നിങ്ങളായാലും നമ്മുടെ സബ്സ്ക്രൈബിലേക്കും ചെയ്യുന്നില്ല, ഇപ്പം തന്നെ സബ്സ്ക്രൈബിലേക്കും ചെയ്ത് വെച്ചേക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മലയുടെ മണ്ടയിലാണ് നമ്മുടെ ഒരു പ്ലാനറ്റോറിയം കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ല അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് ഫുള്ളൊരു ഇറക്കമാണ്. ഓക്കെ, ഇറക്കവും അതുപോലെ തന്നെ കയറ്റവുമാണ്. താഴെ നോക്കിയാൽ ഗൈസ് നമുക്ക് കാണാം, താഴെ ഫുള്ള് കൊക്കയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നേരെ ആ ഒരു പ്ലാനറ്റോറിയത്തിലോട്ട് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് ഇറക്കമാണ്, മൊത്തം ഫുള്ള് വളവും കൂടാണ്. അപ്പോൾ നമുക്കങ്ങനെ ഓവർടേക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ബസ് വരാൻ നമ്മുടെ ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു പോലീസ് വണ്ടിയാണ് ഗൈസ്. ചില സമയത്ത് വളവ്, ചില സമയത്ത് നേരെ റോഡ് അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ നല്ല അങ്ങോട്ട് ഓവർടേക്ക് ചെയ്തങ്ങ് പോകുന്നുണ്ട്. ഫ്രണ്ട് ഒരു ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ഓവർടേക്ക് ചെയ്തങ്ങ് പോകാം ഗൈസ്. ഓക്കെ,
അതുകൊണ്ട് ഇവിടെ അങ്ങ് വണ്ടിയിലുണ്ട്. നാളെ നമ്മൾ സുഖമായിട്ട് അങ്ങ് ഓവർ ടൈം കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ 2 വണ്ടിയുണ്ട്. നമുക്ക് സൈഡ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പോകാം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നേരെ പ്ലാനറ്റോറിയമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഏകദേശം പ്ലാനറ്റോറിയത്തെ അടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഫ്രണ്ടിൽ സ്കൂട്ടറെല്ലാം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ബ്രേക്ക് പിടിച്ച് ഇതങ്ങോട്ട് ഗായ്സ് ഇടിച്ച് ഗായ്സ്, ഞാൻ കണ്ടില്ല ഗൈസ് അത്. ഓക്കെ, അതായത് ഞാൻ വെച്ച് നേരെ വരികയാണ്, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടില്ല. സാരമില്ല, അതൊക്കെ പോട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഇനിയിപ്പം പ്ലാനറ്റോറിയത്തിലിടാം. ഓക്കെ, അതേസം നമ്മൾ ഏകദേശം പ്ലാനറ്റോറിയം എടുക്കാറായിട്ടുണ്ട്. അതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആരും ഇതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നതേ ഉള്ളൂ, ആരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്ന വീഡിയോ, ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതാണ്ട് നമ്മൾ പ്ലാനറ്റോറിയം ഞങ്ങൾക്ക് എത്താറായിട്ടുണ്ട്. അതായത് ഈ ഒരു കയറ്റം കയറിപ്പോയതാണ്ട് നമ്മൾ പ്ലാനറ്റോറിയം ആവും ഈ ഒരു കയറ്റം കയറിപ്പോൾ. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ സ്കൂൾ ട്രിപ്പ്, കോളേജ് ട്രിപ്പ്, എന്തെങ്കിലും കല്യാണോട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ ഷട്ട് ഡൗൺ ഇപ്പം ഗ്രാഫിക്സ് അടിച്ചാണെങ്കിൽ നമ്മൾ ഇറക്കാനായിട്ട് പോകുന്നതൊക്കെ, അതുകൊണ്ട് തന്നെ മണിക്ക് കയറ്റിയേക്കണം. അതുകൊണ്ട് ഇവർ ഇവിടെ ഇറക്കാം. ഓക്കെ, അതുകൊണ്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട്. കേസ് നമുക്ക് ഇവിടെ എല്ലാം ഇറക്കിയിട്ട് കാണാം. അങ്ങനെ കേസ് ആണ്ട് നമ്മൾ അവരെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ ഇങ്ങോട്ട് ബസ് അവിടെ നിന്ന് മാറ്റി നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ കേസ്, അപ്പോൾ അവരെല്ലാവരും അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ വരട്ടെ കേസ്, അതുവരെ നമുക്ക് ബസ്സിനകത്ത് കയറി കിടന്ന് ഉറങ്ങണം. അവർ വന്നിട്ട് ഇനി കാണാം കേസ്. അങ്ങനെ കേസ് ആണ്ട് അവർ വന്ന് നമ്മുടെ വണ്ടിക്കകത്ത് കയറി നമ്മളാണ്ട് അവിടെ നിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മളൊരു പ്ലാനറ്റോറിയത്തിൽ ഇറങ്ങി ഇനി നേരെ നമ്മൾ വ്യൂ പോയിന്റിലോട്ടാണ് പോയിട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം അടുത്താണ് ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഒരു കേസ് ഒരു നീലക്കാർ ഒരു വരി കയറി പോകുന്നുണ്ടല്ലോ ഗൈസ്. ആ ഒരു വരി കയറി പോയാലാണ് ഗൈസ് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ ഞങ്ങൾക്ക് എത്തുന്നത് ഗൈസ്. ഇനി എന്തായാലും നേരെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് വന്നാൽ ഫുൾ ഇറക്കുകയാണെങ്കിൽ ഗൈസ് ഇനി അങ്ങോട്ട് ഫുള്ള് കയറ്റമൊക്കെയാണ്. ഗൈസ് എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് അതുകൊണ്ട് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾക്ക് എത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് റൈറ്റ് കേസ് ഇതിന് അപ്പുറത്തൊരു വഴിയുണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് അങ്ങോട്ട് റൈറ്റിലോട്ട് കയറാം. ഓക്കെ ഗൈസ്, വണ്ടിയൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട് പതുക്കെ കയറാണ്ട് ഈ ഒരു പോലീസുകാരെങ്ങോട്ടാ വോയിസ് അങ്ങോട്ടാണ്. ഓക്കെ, വ്യൂ പോയിന്റ് അല്ല ഈ ഒരു വഴി കയറി നമുക്ക് അപ്പുറത്തെ വഴി നമ്മൾ മുമ്പ് കണ്ടില്ലേ അപ്പുറത്തൊരു വഴി, ആ വഴി വന്ന് ചാടാം. ഓക്കെ, ഈ വഴിക്ക് കൂടെ കയറി കറങ്ങി പോകണം ഗൈസ്, ആ ഒരു വഴി ചാടാൻ. അവിടെ ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് കണക്ക്. അപ്പോൾ താഴോട്ട് തേയിലത്തോട്ടം കണക്ക് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കണ്ട് ഇവിടെ വണ്ടി നിർത്തി എല്ലാവരും ഇറക്കാം ഗൈസ്. ഓക്കെ, നമ്മളവിടെ അതാണ് ആ ഒരു പോലീസുകാരൻ കയറി പോകുന്നുണ്ട്. അപ്പം എന്തായാലും താണ്ടേ ഓരോരുത്തരായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങി ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഗൈസ് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ വണ്ടിക്കകത്ത് ഫുള്ള് അരിക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിക്കകത്ത് ഫുള്ള് അരിക്കണേ. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങോട്ട് നടന്ന് പോകാം ഗൈസ്. ഓക്കെ, ഇതാണ് ഇത് ജസ്റ്റ് ഒരു മലയുടെ മണ്ടയിലാണ് ഗൈസ് ഉള്ളത്. അവിടെ ഈ വഴി കൂടെ ഒക്കെ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ഏതാണ്ട് ഇതൊരു മലയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങ് കാണുന്നത് ഒരു മലയും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, ഏതാണ്ട് അങ്ങ് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൂമായി കാണുന്നുണ്ടല്ലോ അതൊരു മലയാണ്. അപ്പോൾ അതാണ് താഴോട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ പിള്ളേർ അങ്ങോട്ട് ആ ഒരു വഴിയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഖലീഫ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അമ്മത്തല്ലേ 2 ദിവസം നമ്മൾ ഈ ഒരു ഖലീഫയ്ക്കകത്തായിരിക്കും ഓട്ടവും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കുക. അമ്മത്തല്ലേ വീഡിയോ ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് അവരെ കൊണ്ട് വിടുവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയുള്ളൂ.